सुर में गाना सीखिए पाधानीसा ऐप के साथ। AI पावर्ड पर्सनल म्यूजिक टीचर फ्रॉम सारेगामा। அன்புதன் பொன்னம் பலத்தில் போகலாம் அம்பிளியேவா ആനന്ദ പൂങ്കാവിലൂടെ മന്ദം മന്ദം പോകാം அன்புதன் பொன்னம் பலத்தில் போகலாம் അമ്പിളിയേവാ ആനന്ദ പൂങ്കാവിലൂടെ മന്ദം മന്ദം പോകാം അൻപുതൻ പൊന്നം ബലത്തിൽ പോകലാം അമ്പിളിയേവാ മാനസവാനിൽ മിന്നിവാനി ഞാനൊരു ഗാനം പാടിടാം വേദനയെല്ലാമാനുപോമൊരു നവലോകത്തെ പോകിടാം മാനസവാനിൽ മിന്നിവാനി ഞാനൊരു ഗാനം പാടിടാം വേദനയെല്ലാമാനുപോമൊരു നവലോകത്തെ പോകിടാം ആനന്ദ പൂങ്കാവിലൂടെ മന്ദം മന്ദം പോകാം ആനന്ദ പൂങ്കാവിലൂടെ മന്ദം മന്ദം പോകാം അൻപുതൻ പൊന്നം ബലത്തിൽ പോകലാം അമ്പിളിയേവാ ഉല്ലാസമായി പോകാം നമുക്കീ പാതയിലൂടെ ഉല്ലാസമായി പോകാം നമുക്കീ പാതയിലൂടെ മറന്നാൾ പോലും തിരിയാതൊരു പോൽ ആടിപ്പാടി പോകലാം മറന്നാൾ പോലും തിരിയാതൊരു പോൽ ആടിപ്പാടി പോകലാം ആടിപ്പാടി പോകലാം അൻപുതൻ പൊന്നം ബലത്തിൽ പോകലാം അമ്പിളിയേവാ ആനന്ദ പൂങ്കാവിലൂടെ മന്ദം മന്ദം പോകാം അൻപുതൻ പൊന്നം ബലത്തിൽ പോകലാം അമ്പിളിയേവാ നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു സങ്കൽപ്പചക്രവാളത്തിലെ ആലോല വാസന്തമേഘങ്ങൾ അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തിന് ഹൃദയമാം പുൽക്കൊടി കൈനീട്ടി കൈനീട്ടി വെറുതെ കൈനീട്ടി നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു
ഓർമ്മകൾ വാസര സ്വപ്നമാം പൊയ്കയിലാരോ വരയ്ക്കുന്ന ചിത്രങ്ങൾ അവയുടെ കയ്യിലെ പാനപാത്രത്തിലെ അമൃതിനു ദാഹിച്ചു കൈനീട്ടി കൈനീട്ടി വെറുതെ കൈനീട്ടി നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു. അങ്ങ് കിഴക്ക് ദിക്കിന് പഴുക്ക പോലെയൊരുണ്ണി പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു. അങ്ങ് കിഴക്ക് ദിക്കിന് പഴുക്ക പോലെയൊരുണ്ണി പിറന്നു. എങ്ങനെ കിട്ടി സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി
നിനക്കിന്നലെ രാത്രി ഇത്തര നല്ലൊരു സ്വർണ്ണക്കട്ടി, നല്ല സ്വർണ്ണക്കട്ടി. എങ്ങനെ കിട്ടി സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി. നിനക്കിന്നലെ രാത്രി ഇത്തര നല്ലൊരു സ്വർണ്ണക്കട്ടി, നല്ല സ്വർണ്ണക്കട്ടി. മാനത്തൂന്നു വീണതാണോ മാരിവിൽ പൊഴിഞ്ഞതാണോ, മാനത്തൂന്നു വീണതാണോ മാരിവിൽ പൊഴിഞ്ഞതാണോ, ഇന്നലെ രാത്രി എങ്ങനെ കിട്ടി സ്വർണ്ണക്കട്ടി, നല്ല സ്വർണ്ണക്കട്ടി. ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. അങ്ങ് കിഴക്ക് ദിക്കിന് പഴുത്ത പോലെയൊരുണ്ണി പിറന്നു. കാണാൻ കൂടെ എല്ലാരും മക്കളെ സന്തോഷം കൊണ്ടൊരു പാട്ടുപാടി, നല്ല പാട്ടുപാടി. പൂഞ്ചോലകൾ ശ്രുതിമീട്ടി മണ്ണിന്റെ മക്കൾ സന്തോഷം കൊണ്ടൊരു പാട്ടുപാടി, നല്ല പാട്ടുപാടി. ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. അങ്ങ് കിഴക്ക് ദിക്കിന് പഴുത്ത പോലെയൊരുണ്ണി പിറന്നു. ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്കു നീ ദാനം തന്ന ഭൂമി. നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്കു നീ ദാനം തന്ന ഭൂമി. സഖി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം. സഖി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം. ഓരാഗാർദ്രമാ കുങ്കുമം തൂകുകൻ ജീവനിൽ. നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്കു നീ ദാനം തന്ന ഭൂമി.
ഹിമപുഷ്പവർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊത്തു മണിമാല പുതച്ചിടുമ്പോൾ ഹിമപുഷ്പവർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊത്തു മണിമാല പുതച്ചിടുമ്പോൾ മധുരാലിംഗനം പകരും സാന്ത്വനം മിഴിമൊഴിയും ഭാവുകം മധുരാലിംഗനം പകരും സാന്ത്വനം മിഴിമൊഴിയും ഭാവുകം മോഹങ്ങൾ തൻ മോഹനം നീക്കുകൻ ജീവനിൽ നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നീ ദാനം തന്ന ഭൂമി മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നീ ദാനം തന്ന ഭൂമി നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നീ ദാനം തന്ന ഭൂമി മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നീ ദാനം തന്ന ഭൂമി മയങ്ങിക്കിടന്നാലും മനസ്സിന്റെ പണി വീണ ഉലഞ്ഞുണർന്നീടു നീ ഉണർത്തുപാട്ടിൽ മയങ്ങിക്കിടന്നാലും മനസ്സിന്റെ പണി വീണ ഉലഞ്ഞുണർന്നീടു നീ ഉണർത്തുപാട്ടിൽ സഖി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം സഖി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം ഓരാഗാർദ്രമാ കുങ്കുമം തൂവുകൻ ജീവനിൽ നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നീ ദാനം തന്ന ഭൂമി ഹിമപുഷ്പവർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊത്തു മണിമാല പുതച്ചിടുമ്പോൾ ഹിമപുഷ്പവർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊത്തു മണിമാല പുതച്ചിടുമ്പോൾ മധുരാലിംഗനം പകരും സാന്ത്വനം മിഴിമൊഴിയും ഭാവുകം മധുരാലിംഗനം പകരും സാന്ത്വനം മിഴിമൊഴിയും ഭാവുകം മോഹങ്ങൾ തൻ മോഹനം നീക്കുകൻ
നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്കു നീ ദാനം തന്ന ഭൂമി. മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ, മഴവില്ലിൻ അഴകുരുകി പടരുന്ന പൂവനങ്ങൾ. നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്കു നീ ദാനം തന്ന ഭൂമി. കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു. കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി. കാക്കമ്മ കുഞ്ഞിനെ വിളിച്ചു. കാക്കമ്മ കുഞ്ഞിനെ വിളിച്ചു. ഇരുപ്പൂപ്പാടത്ത് മുണ്ടകം കുത്തി ഇരുനാഴി അരിയിട്ട് കഞ്ഞിയനത്തി കണ്ണിപ്പിലാവില കുമ്പിള് കുത്തി കഞ്ഞി വിളമ്പാനിരുന്നപ്പോൾ കഞ്ഞിക്കുപ്പില്ല കഞ്ഞിക്കുപ്പില്ല. കാക്കയും കാക്കയുടെ കുഞ്ഞും
പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു. കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി. പൂച്ചമ്മ കുഞ്ഞിനെ വിളിച്ചു. പൂച്ചമ്മ കുഞ്ഞിനെ വിളിച്ചു. പെരുച്ചാഴി മാന്തിയ കപ്പ കുറുക്കി കരിത്തട്ടി കല്ലുകൊണ്ടടുപ്പു കൂട്ടി കണ്ണൻ ചിരട്ടയിൽ വേവിച്ചു വാങ്ങി കപ്പ വിളമ്പാനിരുന്നപ്പോൾ കപ്പയ്ക്കുപ്പില്ല കപ്പയ്ക്കുപ്പില്ല. കാക്കയും കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു. കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി. നളിന നയന നാരായണ നരക സന്താപ നിവാരണ നളിന നയന നാരായണ നരക സന്താപ നിവാരണ ശരണം നീയേ ചിരന്തന കൃഷ്ണ മധുസൂദന നളിന നയന നാരായണ നരക സന്താപ നിവാരണ. പൊന്മയിൽ പീലി നെറുകയിൽ ചൂടോ വനമാലി ജീവിതമാകും പൊന്മയിൽ പീലി നെറുകയിൽ ചൂടോ വനമാലി വനമരളി മുരളീധര വാദാലയേ സാദാ കൃഷ്ണ 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 നളിന നയന നാരായണ നരക സന്താപ നിവാരണ ശരണം നീയേ ചിരന്തന കൃഷ്ണ മധുസൂദന നളിന നയന നാരായണ നരക സന്താപ നിവാരണ. അവിൽ പൊതിയേന്തി മാധവാ ഞാൻ വന്നു നിൻ
சரணம் நீயே சிறந்தனா கிருஷ்ணா மதுசூதனா நளின நயனா நாராயணா நரக അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി അമ്മയും അച്ഛനും ഇട്ടേച്ചു പോകുമ്പോൾ ആരോടും മിണ്ടാത്ത പാവക്കുട്ടി ആരോടും മിണ്ടാത്ത പാവക്കുട്ടി അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി കണ്ണൻ ചിരട്ടയിൽ മണ്ണും വാരി കഞ്ഞി വെച്ചു കളിക്കും ഞാൻ കണ്ണൻ ചിരട്ടയിൽ മണ്ണും വാരി കഞ്ഞി വെച്ചു കളിക്കും ഞാൻ ഊര് ചുറ്റും തുമ്പി കുഞ്ഞിനെ ഊണ് കഴിക്കാൻ വിളിക്കും ഞാൻ അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി അമ്മച്ചി വന്നെനിക്കുമ്മ തരുമ്പോൾ വിമ്മി വിമ്മി കരയും ഞാൻ അമ്മച്ചി വന്നെനിക്കുമ്മ തരുമ്പോൾ വിമ്മി വിമ്മി കരയും ഞാൻ അച്ഛനെന്നെ തല്ലാൻ വരുമ്പോൾ അയ്യോ എന്നു വിളിക്കും ഞാൻ അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി അമ്മയും അച്ഛനും ഇട്ടേച്ചു പോകുമ്പോൾ ആരോടും മിണ്ടാത്ത പാവക്കുട്ടി ആരോടും മിണ്ടാത്ത പാവക്കുട്ടി അമ്മയ്ക്കു ഞാനൊരു കിലുക്കം പെട്ടി അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി പ്രിയമുള്ള കലാസ്നേഹികളെ, ദി ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് HMV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മിമിക്സ് ഹാസ്യ കഥാപ്രസംഗം മുഹബത്ത് ഒരു മുസീബത്ത്. തികച്ചും പുതുമയുള്ള ഈ കഥയും ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് കൂരി M. മഞ്ചേരി. അവതരണം കലാഭവൻ ഷാജോൺ, കോട്ടയം സോമരാജ് ആൻഡ് കൊച്ചിൻ മിമി. ഗായകർ ഷാനവാസ്, കൊച്ചിൻ മിമി ആൻഡ് പ്രബല്ല. ഓർക്കസ്ട്രേഷൻ പ്യാരി M. മഞ്ചേരി. റെക്കോർഡിംഗ് ആലാപ്, കൊച്ചിൻ. ഉടൻ തന്നെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. കഥ തുടങ്ങുന്നതിന് മുൻപായി ഈ പരിസരത്തുള്ള എല്ലാ വൈദ്യുതീപങ്ങളും ഓഫാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്താ പരിസരത്ത് ഓഫാക്കി തരാൻ പറഞ്ഞപ്പോ സ്റ്റേയിൽ ലൈറ്റ് കൂടി ഓഫാക്കിയത്? അത് കറണ്ട് പോയതാണോ, പവർ കട്ടാ? അതുപോലെ തന്നെ മറ്റൊരറിയിപ്പുണ്ട്. സ്റ്റേജിന്റെ പുറകിൽ കൂടി മെയിൻ റോഡിലേക്കുള്ള വഴിയിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് ആരും തടസ്സമുണ്ടാക്കരുത്. അതെന്തിനാണോ? അട്ടി വരുമ്പോ കാതികം വരുന്ന നെഞ്ചി ചവിട്ടുകൂടെ. കാതികം വന്നു, കാതികൻ വന്നു.
കേട്ടോളി നാട്ടാരെ പെരുന്നുണക്കഥ ഇത് കാമ്പില്ല കഴമ്പില്ല ലേശം പക്ഷെ ചിരിക്കാനായി വകയുണ്ട് ചിന്തിക്കാനും വകുപ്പുണ്ട് പുതുമകളേറെയുള്ള സ്റ്റോറി കേട്ടോളി നാട്ടാരെ പെരുന്നുണക്കഥ ഇത് കാമ്പില്ല കഴമ്പില്ല ലേശം പക്ഷെ ചിരിക്കാനായി വകയുണ്ട് ചിന്തിക്കാനും വകുപ്പുണ്ട് പുതുമകളേറെയുള്ള സ്റ്റോറി പ്രിയമുള്ള ഡാഡി അമ്മമാരെ ഭാര്യ ഹസ്ബൻഡുമാരെ ലവർ ആൻഡ് ലിവറുകളെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഫാദറുകളെ ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഈ കഥ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഈ കഥയുടെ പേരാണ് മുഹബത്ത് ഒരു മുസീബത്ത്. കേട്ടോ നാട്ടാരെ ക്ഷമയുള്ള നാട്ടാരെ നുണക്കഥ കേട്ടാട്ടെ ഈ കഥ കേട്ടാട്ടെ 1% പോലും കഥയിൽ ഈ കഥയിൽ പെരുന്നുണയാണ് ആകെ നീളെ ഈ കഥയിൽ ഒരു ചെറുതരി പോലും നേരിൽ ഈ കഥയിൽ വെറുമൊരു നേരം പോക്ക് മാത്രം ഈ കഥയിൽ കേട്ടോ നാട്ടാരെ ക്ഷമയുള്ള നാട്ടാരെ നുണക്കഥ കേട്ടാട്ടെ ഈ കഥ കേട്ടാട്ടെ ബദറുൽ മുനീറിന്റെ കഥയല്ലിത് ഹുസനുൽ ജമാലിൻ കഥയും അല്ലിത് ലൈല മജ്നു സ്റ്റോറി അല്ലിത് പൊട്ടിച്ചിരിക്കാനുള്ള സ്റ്റോറിയാ കേട്ടോ നാട്ടാരെ ക്ഷമയുള്ള നാട്ടാരെ നുണക്കഥ കേട്ടാട്ടെ ഈ കഥ കേട്ടാട്ടെ സുഹൃത്തുക്കളെ, സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ച് പ്രേമിച്ച് മരിക്കാൻ വേണ്ടി കയറും കഠിനമായ വിഷവും കയ്യിൽ കയറി നടക്കുന്ന സകല പ്രേമിസ്റ്റുകൾക്കും വേണ്ടി ഒരനശ്വര പ്രണയകഥ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. മുഹബത്ത് ഒരു മുസീബത്ത്. സഹനശക്തിയുള്ള എന്റെ സഹോദരങ്ങളെ, എന്റെ ഈ കഥ കേട്ട് നിങ്ങൾ ഏവരും സഹിച്ച് ക്ഷമിച്ച് പുറത്ത് എന്റെ തടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ കഥ ആരംഭിക്കട്ടെ. പറയാം കഥ പറയാം എന്റെ തലമണ്ടയിൽ ഉദിച്ചൊരു മരമണ്ടൻ കഥ ഇപ്പോൾ വായിൽ തോന്നും വിധത്തിൽ ഞാൻ പറയാം. കഥ പറയാം ഇപ്പൊ പറയാം. ഉറങ്ങുമ്പോൾ ഉണർത്തുന്ന കഥയാ പല വേദിയിൽ അടികൊണ്ട കഥയാ. ഉറങ്ങുമ്പോൾ ഉണർത്തുന്ന കഥയാ പല വേദിയിൽ അടികൊണ്ട കഥയാ. മുന്നിലുള്ള പെണ്ണുങ്ങളെ മുട്ടിമുട്ടിയിരിക്കാതെ പിന്നിലോട്ട് മാറി നിൽക്ക് പറയാം എന്ന പറയാം കഥ പറയാം. ഈ കഥ നടക്കുന്ന എവിടെയാണെന്നറിയാമോ? മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ നിലമ്പൂർ എന്ന സ്ഥലത്ത് തേക്ക് മരങ്ങൾക്കിടയിലൂടെ തോക്കുമായി നടക്കുന്ന നോക്കുകുത്തികളായ ഫോറസ്റ്റുകാരുടെ കണ്ണു വെട്ടിച്ച് തേക്ക് മുറിച്ച് കട്ടുകിടത്തി കച്ചവടം നടത്തുന്ന നിഷ്കളങ്കരുടെ നാട്. അത് പിടിക്കപ്പെട്ട് കേസായാൽ ആ കേസ് നടത്തുന്നതിന് വീണ്ടും തേക്ക് മുറിച്ച് കാട് പിടിക്കുന്നവരുടെ നാട്. നിലമ്പൂരിനെ കുറിച്ച് പറയാൻ ഇനിയുമുണ്ട് കേട്ടോ. നല്ല നിലയും വിലയുള്ളവരുടെ നാട്. കൂട്ടത്തിൽ നിലവിട്ട് ജീവിക്കുന്നവരും ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്തുന്ന സ്ത്രീകളും ഭാര്യമാരെ നിലയ്ക്ക് നിർത്തുന്ന ഭർത്താക്കന്മാരും ഉള്ള നാട്. ഉള്ള നിലത്ത് റബ്ബർ വെച്ച് വില കളഞ്ഞവരുടെ നാട്. ചുരുക്കി പറഞ്ഞാൽ കേട്ടുകൊള്ളിൻ മലപ്പുറത്തിലെ നിലമ്പൂരെന്നൊരു ഊരിലെ കാട്ടുകള്ളന്മാർ കട്ടുമുടിക്കുന്ന തേക്ക് മരമുള്ള നാട്ടിലെ നാട്ടുകാർ ദിനം മുങ്ങി കുളിക്കുന്ന ചാലിയാർ പുഴക്കരയിലെ തട്ടുകട വെച്ച് ചായ കച്ചവടം നടത്തും പോക്കര വീട്ടിലെ ആ നാട്ടിലെ പരിദൂഷണ കമ്മിറ്റിക്കാരുടെ സ്ഥിര സമ്മേളന സ്ഥലമായ തിന്നിട്ട് പോടാ എന്ന ടീ ഷോപ്പിലെ പ്രൊപ്പറേറ്റർ ജനാബ് കുഞ്ഞിപ്പോക്കർ സാഹിബ് കാലത്ത് കുട്ടയിൽ പുട്ടും മുട്ടയുമായി വന്ന് ചായക്കടയുടെ തട്ടുപൊക്കിയത് പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അന്ന് ആ ചായക്കടയുടെ ചരിത്രത്തിൽ ആദ്യമായി പാലിൽ വെള്ളം ചേർക്കാതെ കുഞ്ഞിപ്പോക്കർ എല്ലാവർക്കും ചായ കൊടുത്തു. എന്റെ അമ്മേ, എന്താ കാര്യം? ചായ കുടിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി പലരും പിറുപിറുത്തു. നെരോലാക്കിന്റെ പെയിന്റ് പോലത്തെ ചായ. അതാണ് എന്റെ ചുണ്ടു ചുണ്ട് ഒട്ടിപ്പോയത്. അതുകൊണ്ട് ഞാൻ കാര്യം ചോദിക്കുന്നത് ഒറിജിനൽ ചായ തന്നെയാണോ? അതോ ഇനി റബ്ബർപാലാണോ? അതെന്താ? റബ്ബറിനൊക്കെ വില കുറച്ചിരിക്കുകയാണ്. അതും കുഴപ്പമില്ല, റോഡിൽ കൂടെ തെറിച്ചെറിച്ച് നടന്നോളൂല്ലോ. ഇതുപോലെ ചായ കുടിച്ചിട്ടില്ല. എന്താ വലിയ സന്തോഷം, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഞങ്ങളോട് കൂടി ഒന്ന് പറയ്. എന്തു രുചി! എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ.
ഇങ്ങള് മൊത്തം ഈ ആട്ടുകാരും മച്ചി എന്ന് വിളിച്ച എന്റെ കുഞ്ഞ് ഹദീസ ഒരു ഉമ്മയാൻ പോന്നു, അമ്മളൊരു വാപ്പയും എന്റെ പഴച്ചോനെ. ആ വാർത്ത സ്ത്രീകളുടെ വാർത്താ പ്രക്ഷേപണ കേന്ദ്രങ്ങളായ പൈപ്പിൻ കരയിലും കിണറ്റിൻ കരയിലും കളത്തിൽ കടവെന്ന കുളിക്കടവിലും നിമിഷങ്ങൾ കൊണ്ട് പരന്ന സുഹൃത്തുക്കളെ. കുഞ്ഞി ഹദീസയ്ക്ക് പള്ളേലുണ്ടായത് മരുന്നുകൊണ്ടൊന്നുമല്ല, പിന്നെ നമ്മുടെ സുലൈമാമല്ലാക്കാന്റെ ചികിത്സയുടെ ഫല. ശരിയാ കേട്ടോ. പോക്കരിക്കായ്ക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇതിനു മുമ്പേ ഉണ്ടാകേണ്ടതല്ലേ മോനെ? ഓമന്റെ സൂത്രപ്പണിയിലല്ലേ? എന്ത് സൂത്രപ്പണി? കുടുംബ സൂത്രപ്പണി. അല്ല, പിന്നെ ആരാണ് ഈ പണി പറ്റിച്ചത്? കുഴിഞ്ഞു വാങ്ങാൻ വന്ന മുല്ലാക്ക, അല്ലാണ്ട് ആരാ? ആണോ? എന്തായാലും എന്താവൂലേ, പോക്കരിക്കായ്ക്ക് ഫ്രീ ആയിട്ടൊരു കുഞ്ഞിനെ കിട്ടിയില്ലേ? ശരിയാ കേട്ടോ. സുഹൃത്തുക്കളെ, മാസങ്ങൾ ഓരോന്നും മന്ത്രിസഭ വീഴുന്ന പോലെ വീണുകൊണ്ടിരുന്നു. തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞ് കുഞ്ഞിക്ക് ഹദീസയെ ലേബർ റൂമിൽ കയറ്റി. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി, പവർ കെട്ട്. ആ കൂരിരുട്ടത്ത് ഒരു വെളുത്ത കുഞ്ഞിനെ കുഞ്ഞിക്ക് ഹദീസ പ്രസവിച്ചു. ഒറ്റ നോട്ടത്തിൽ മുല്ലാക്ക കുഞ്ഞായതുപോലെ. തന്റെ കപ്പാസിറ്റി ശരിക്കും അറിയാവുന്ന കുഞ്ഞിപ്പോക്കര് ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് മാറോട് അണിച്ചു. അനവധി നേർച്ചകൾ നേർന്നതിനൊടുവിൽ പടച്ചവൻ തന്നൊരു കുഞ്ഞ്, കുഞ്ഞിപ്പോക്കർക്കും കദീസക്കും പടച്ചവൻ കൊടുത്തൊരു നിധിയാണ് ഓമന കുഞ്ഞ്. ആ വീട്ടിൽ ഇന്നും ഇപ്പോൾ സന്തോഷമാ, ഇപ്പോൾ നാട്ടുകാർക്കും അവർ പൊന്നോമന, പകലുല്ലാസമെല്ലാവർക്കും ഈ ഓമന. അനവധി നേർച്ചകൾ നേർന്നതിനൊടുവിൽ പടച്ചവൻ തന്നൊരു കുഞ്ഞ്, കുഞ്ഞിപ്പോക്കർക്കും കദീസക്കും പടച്ചവൻ കൊടുത്തൊരു നിധിയാണ് ഓമന കുഞ്ഞ്. തലയിൽ വെച്ച പേനരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കും, കട്ടിൽ വെച്ച് മൂട്ട അടിക്കും എന്ന് കരുതി ആ ബാപ്പയും ഉമ്മയും കുഞ്ഞിനെ ഫ്രിഡ്ജിൽ വെച്ച് വളർത്തി. പ്രിയമുള്ളവരെ, കാലം ആ കുഞ്ഞിൽ പല കോലങ്ങളും വരച്ചു. ചായക്കടയിൽ മിച്ചം വരുന്ന പലഹാരങ്ങൾ ഉമ്മയും ബാപ്പയും മത്സരിച്ച് കൊടുത്ത് കുട്ടിയെ വളർത്തി വലുതാക്കി. അവർ അവൾക്കൊരു പേരും കണ്ടുപിടിച്ചു, കുഞ്ഞാമിന. എൻ മകളെ ആമിന, നീ എന്നും ചായ പീടികയിൽ വന്ന് 2 ബോണ്ട വീതം തിന്നിടേണം. മുട്ടുമുട്ടൻ പാർസലായി കൊണ്ടുപോയി തിന്നിടേണം. പുഷ്പുവിന്റെ മേനി പോലെ നിന്റെ ബോഡിയായിടുവാൻ ഒരു പടല ഏത്തപ്പഴം തിന്നിടേണം. പുഴുങ്ങിയ ഒരു പടല നേന്ത്രപ്പഴം വിഴുങ്ങിടേണം. ഒരു ദിവസം രാത്രിയിൽ ഓവർ ടൈം ഇരുന്ന് അരി ആട്ടുന്ന കെട്ടിയവനോട് കുഞ്ഞി ഹദീസ ചോദിച്ചു, അതെ, മോള് വളർന്നിങ്ങി വരിക, ഓടെ ഭാവിക്ക് നിങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ മനസ്സാ? ഈ പേടിക്കണ്ടടി, ഓടെ ഭാവിക്ക് വേണ്ടിട്ട് നമ്മളൊരു പത്രം വാങ്ങിയിട്ടുണ്ട്. പത്രം വാങ്ങി തൂക്കി വിറ്റാൽ എന്ത് കിട്ടാനാ? പേപ്പറിനൊക്കെ ഇപ്പൊ വളരെ വില കുറവാന്ന്. അതല്ലേ വിളിച്ചേ, ഇന്ദിരാ വികാസ് പത്രം. ഓ, ഇന്ദിരാഗാന്ധിയുടെ പത്രം വാങ്ങിയിട്ട് എന്തിനാ? വാങ്ങിയപ്പോ വല്ല സോണിയാഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ വല്ലതും പത്രം വാങ്ങാൻ പാടില്ലായിരുന്നോ മനസ്സാ? പാമുക്കെ ഇബിലീസേ സെയ്ത്താനെ പൊട്ടപ്പോറ്റം പറ ഏറ്റു പോകുന്നുണ്ടോ? അല്ല ഇനി നമ്മുടെ ഈ മാവിന്റെ കൂടി ടാട്ടും ഏറ്റു പോയോന്ന് ബുദ്ധിയില്ലാത്ത കഴുത. ബ്ലഡി ഫൂൾ. A plus b the whole square is equal to a minus b is -47 James Bond 007 a is equal to 0. ഓൾ ആരോടാടി വഴക്കുണ്ടാക്കുന്നത്? ഓള് വഴക്കുണ്ടാക്കുന്ന അല്ല മനസ്സാ, പരീക്ഷയ്ക്ക് ഇംഗ്ലീഷും കണക്കും മിക്സ് ചെയ്ത് പഠിക്കല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞാമ്മിനെ ഇരുന്നു പഠിച്ചു, നടന്നു പഠിച്ചു, കിടന്നു പഠിച്ചു, നിന്നു പഠിച്ചു, കണ്ണടിച്ചു പഠിച്ചു, പുസ്തകമില്ലാണ്ട് പഠിച്ചു, ഗൈഡ് നോക്കി പഠിച്ചു, ഗൈഡ് നോക്കാണ്ട് പഠിച്ചു. പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോഴോ തോറ്റവരുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ ഒന്നാമത് നമ്മുടെ കുഞ്ഞാമിനെ ആയിരുന്നു. കെട്ടിവെച്ച കാശ് കിട്ടാത്ത സ്ഥാനാർത്ഥിയെ പോലെ കുഞ്ഞാമിനെ പൊട്ടിക്കരഞ്ഞു. അത് കണ്ടുകൊണ്ട് കുഞ്ഞിപ്പോക്കരിക്ക പറഞ്ഞു, എന്റെ മോള് കരയുണ്ട് കേട്ടോ. ഇപ്പൊ 1,00,000 വീട് കോളനി പോലെ ഈ നാട്ടിൽ ധാരാളം ട്യൂട്ടോറിയൽ കോളേജുണ്ട്. എന്റെ മോക്ക് ഇഷ്ടമുള്ള കോളേജിൽ പോയി ഉപരിപഠനം നടത്താം. എന്തേ, ഓക്കെ സന്തോഷായില്ലേ? സുഹൃത്തുക്കളെ, SSLC സെക്കൻഡ് ഇയറിന് പഠിക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിലെ പഞ്ചാര ഫാക്ടറി എന്നറിയപ്പെടുന്ന പഞ്ചാമൃതം ട്യൂട്ടോറിയൽ കോളേജിൽ പോകാൻ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് മൊഞ്ചുള്ള മുഖം കഴുകി 5 വിരലും മൈലാഞ്ചി ഇട്ട് മഞ്ചാടിക്കുരുവിന്റെ നിറമുള്ള അവളുടെ കവിളുകളിൽ മൈലാഞ്ചിയിട്ട കൈകൾ കൊണ്ടവൾ ജിഞ്ചകം ജിഞ്ചകം എന്ന് തഞ്ചത്തിൽ താളം പിടിച്ചു. ബെഞ്ചിൽ കിടന്നുറങ്ങിയ ബാപ്പ ഇത് കണ്ടു പുഞ്ചിരിച്ചു. ആദ്യമായി ട്യൂട്ടോറിയൽ കോളേജിൽ പോകാനൊരുങ്ങുന്ന മോളെ കണ്ട് ആ വാപ്പ പ്രാർത്ഥിച്ചു, പഴത്തോനെ എന്റെ മോക്കൊരു 100 മാർക്കെങ്കിലും ഈ വർഷം കൂടുതൽ കൊടുക്കണേ. കൃത്യം 9 മണിക്ക് തന്നെ കുഞ്ഞാമിനെയും കൂട്ടുകാരികളും കോളേജിലേക്ക് പോകാൻ ചന്തക്കുന്നിലെ ബസ് സ്റ്റോപ്പിലെത്തി.
ദൂരെ നിന്നും കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പാഞ്ഞു വരുന്ന പ്രേമരഥം മോട്ടോർ സർവീസ് ബസ് കണ്ട അവളും കൂട്ടുകാരികളും സന്തോഷിച്ചു. കുഞ്ഞാമിനെ ദൂരെ നിന്ന് തന്നെ കണ്ട ബസ്സിലെ ഡ്രൈവർ മിസ്റ്റർ അമീർ ഖാൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും പല്ല് പോയൊരു ചീപ്പ് എടുത്ത് തന്റെ അർദ്ധ കഷണ്ടിയിൽ രണ്ടൊരേ ഒരിച്ചു. ചീപ്പിന്റെ ബാക്കി പല്ലുകൂടി ഒടിഞ്ഞ് തലയിൽ നിന്നും ചോര പൊടിഞ്ഞുവെങ്കിലും അയാളത് കാര്യമാക്കിയില്ല കേട്ടോ. വലത് കാൽ വെച്ച് കുഞ്ഞാമിനെയും കൂട്ടുകാരികളും ബസ്സിനുള്ളിലേക്ക് കയറി. കുഞ്ഞാമിനെ ആദ്യമായി കണ്ട അന്തം വിട്ട കിളി ചരടിൽ പിടിച്ച് കൂട്ടമണി അടിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. എടോ കിളി, താനെന്തിനാണോ നമ്മളെ പൂണൂലെ പിടിച്ചു വലിക്കുന്നത്? വിടറോ ചുംബൻ. ക്ലീനർ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് യഥാർത്ഥ ചരട് തപ്പിയെടുത്ത് കൂട്ടുമണി അടിച്ചു. ടിക്കറ്റ് കൊണ്ടു നടന്ന കണ്ടക്ടർ ഷാരൂഖ് ഖാൻ കുഞ്ഞാമിനിയുടെ സൗന്ദര്യം കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. സുഹൃത്തുക്കളെ, തന്റെ കയ്യിലിരുന്ന് ബാഗിനുള്ളിൽ നിന്ന് കുറച്ച് ചില്ലറ എടുത്ത് കുഞ്ഞാമിനിക്ക് അയാൾ കൊടുക്കുകയും ചെയ്തു. ഇതാ കുട്ടിയെ ബാലൻസ്. അതിന് ഞാൻ ടിക്കറ്റ് എടുത്തില്ലല്ലോ. അത് പിന്നെ അതാണ് ഈ ബസ്സിലെ ഒരു പ്രത്യേകത. ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് ബാലൻസ് കൊടുക്കും. അതാണ് കണ്ടക്ടർ ഷാരൂഖ് ഖാൻ. കുട്ടിക്ക് എവിടെയാണ് പോകേണ്ടത്? 5 മഞ്ചേരി. ഞാൻ 6 മഞ്ചേരി തരും. 1 മഞ്ചേരി ഫ്രീ. അതാണ് കണ്ടക്ടർ ഷാരൂഖ് ഖാൻ. ഈ ഖാൻമാരെ ഒന്നും കൂടാതെ പല്ലും കൊഴിഞ്ഞ് കവളൊട്ടി 3 കാലിൽ നിൽക്കുന്ന ചില ഓൾഡ് മോഡൽ പൂവാലന്മാരും അവളെ നോക്കി വെള്ളമിറക്കി. പിന്നെ കുട്ടിയുടെ കയ്യിൽ കാർഡുണ്ടോ? ഇല്ല, നാളെ കൊണ്ട് കാണിക്കാം. പിറ്റേന്ന് ബസ്സിൽ കയറി ഉടൻ തന്നെ കുഞ്ഞാമിനെ കണ്ടക്ടർ ഷാരൂഖ് ഖാന്റെ നേരെ കാർഡ് നീട്ടി. ഇതെന്താ കുട്ടി, റേഷൻ കാർഡ്? അല്ല, ചേട്ടൻ പറഞ്ഞില്ലേ ഇന്നലെ കാർഡ് കാണിക്കണമെന്ന്. എന്റെ പൊന്നുകുട്ടി, ഞാൻ റേഷൻ കാർഡിന്റെ കാര്യമല്ല പറഞ്ഞത്, ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന്. എന്തായാലും ഇരിക്കട്ടെ, ഇന്നത്തെ റേഷൻ മേടിക്കാലോ. എക്സ്ക്യൂസ് കുട്ടി ഏത് കോളേജിലാ പഠിക്കുന്നത്? മഞ്ചേരിയിലെ പഞ്ചാമൃതം ട്യൂട്ടോറിയൽ കോളേജിലാ. കുഞ്ഞാമിനെയും കൂട്ടുകാരികളും പ്രേമരഥം ബസ്സിലെ സ്ഥിരം യാത്രക്കാരായി. ഡ്രൈവർ അമീർ ഖാനും കിളി സൽമാൻ ഖാനും കണ്ടക്ടർ ഷാരൂഖ് ഖാനും അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ മത്സരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. എന്നാൽ അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഇതൊന്നും കൂടാതെ വീട് ടു കോളേജ്, കോളേജ് ടു വീട് യാത്രക്കിടയിൽ പ്രധാന കഴുകന്മാരും പ്രാപ്പിടിയന്മാരും കടുവ കിടുവകളും കുറുനരികളും കരിമ്പൂച്ചകളും ദൂരെ മാറി നിന്ന് അവളെ നോക്കി വെള്ളമിറക്കി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാമിനിയുടെ മുഹബത്തിന്റെ ചിട്ടിയിലെ ആദ്യത്തെ നറുക്ക് വീണത് ഇവർക്ക് ആർക്കും ആയിരുന്നില്ല സുഹൃത്തുക്കളെ. പിന്നെ ആർക്കാണെന്നറിയാമോ? പഞ്ചാമൃതം ട്യൂട്ടോറിയൽ കോളേജിന്റെ ഉടമസ്ഥനും സുവോളജി അധ്യാപകനുമായ കുഞ്ഞാലസനാണ് ആ ഭാഗ്യം കിട്ടിയത്. കുഞ്ഞാലസൻ നമ്മുടെ കഥയിലെ നായകനായിട്ടോ. കുഞ്ഞാലസനെ കുറിച്ച് പറഞ്ഞാൽ മഞ്ചേരി പഞ്ചാമൃത ട്യൂട്ടോറിയൽ കോളേജിലെ കുഞ്ഞാലൻ മാഷുമിടുക്കൻ. കോളേജിൽ എന്ന് വരും ലലനാമണികളുടെ ആരാധ്യനായ പുരുഷൻ. റഫ് ആൻഡ് ടഫ് ജീൻസ് ടോപ്പിൽ ടീഷർട്ടും ഇട്ട് ടിപ് ടോപ്പിൽ ചെത്തി നടക്കും. ആക്ഷന്റെ ചൂതരിച്ച് ഓക്സിജൻ കുറ്റി പോലെ സീറ്റിൽ അടങ്ങിയിരിക്കും. ക്രിക്കറ്റ് ലൈവ് കണ്ട് ഭ്രാന്ത് പിടിച്ചവനും സച്ചിൻ ടെണ്ടുൽക്കർ ചമയും. മുക്കാല പാട്ടുപാടി പ്രഭുദേവ പോലെയാടി കാലും വളച്ച് നടക്കും. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെയും സകലകല വല്ലമൻ കമലഹാസനെയും തേന്മാവിൻ കൊമ്പത്തിരിക്കുന്ന തടിയൻ മോഹൻലാലിനെയും അഴകിയ രാവണൻ വക്കീൽ മമ്മൂട്ടിയെയും തോൽപ്പിക്കുന്ന വിശ്വവിഖ്യാത സുന്ദര സുമുഖ സുഭകൻ കുഞ്ഞാലാസനും ഐശ്വര്യ റായിയെയും സുസ്മിത സെന്നിനെയും മാധുരി ദീക്ഷിത്തിനെയും മനീഷ കൊയ്രാള പെണ്ണിനെയും തോൽപ്പിക്കുന്ന ജന്നത്തിൽ ഹൂറി കുഞ്ഞാമിനെയും കോളേജിലെ പരമ്പിന്റെ ഓട്ടയിൽ കൂടി കണ്ണുകൾ കൊണ്ട് ടോർച്ച് അടിച്ച് കളിച്ചു. അവരുടെ 2 കരളുകൾ ഒന്നിച്ച് ചെണ്ട കൂട്ടി. ഇരുമെയിൽ ഒരു ജീവനായി. ശരീരങ്ങളിൽ കരണ്ട് ഓടി കളിച്ചു. എന്റെ റബ്ബേ, എല്ലാ ദിവസവും എല്ലാ വിഷയവും കുഞ്ഞാലസൻ മാഷി തന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, എന്തിന് ഞായറാഴ്ച കൂടി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുപോലെ അവൾ ആശിച്ചു പോയ സുഹൃത്തുക്കളെ. വിശാലമായ ക്ലാസ് മുറിയിൽ തന്നെ ഒറ്റയ്ക്കിരുത്തി കുഞ്ഞാലസൻ മാഷി ക്ലാസ് എടുക്കുന്നത് കുഞ്ഞാമിന പകൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മുഴുകിയിരുന്ന കുഞ്ഞാമിനയോട് രാമുണ്ണി മാഷി ചോദിച്ചു, വായുവിനെ നമുക്ക് കാണാൻ കഴിയാത്ത എന്തുകൊണ്ട്? കുഞ്ഞാമിന പറയൂ. അത് പരമ്പിന്റെ ഓട്ട ചെറുതായതുകൊണ്ടാ. എന്റെ പരമ്പിന്റെ ഓട്ടയോ? കുഞ്ഞാമിന, നീ എന്താ ഉദ്ദേശിക്കുന്നത്? പരമ്പിനിടയിലൂടെ കുഞ്ഞാലത്തിനെ നോക്കിയിരുന്ന കുഞ്ഞാമിനിയുടെ നാക്കിൽ പരമ്പിന്റെ ഓട്ടയല്ലാതെ പിന്നെ എന്തോട്ട് ഓട്ട പറഞ്ഞേ അല്ലേ? കുട്ടി, അവിടെ ഇവിടെ നോക്കിയിരിക്കാതെ എന്നെ ശ്രദ്ധിക്കൂ. അന്ന് വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാമിനെ എന്ന ഹുസ്നൽ ജമാൽ കുഞ്ഞാലത്തിൽ എന്ന ബദർ മുന്നിലിനെ പ്രതീക്ഷിച്ച് തന്റെ സ്വന്തം റോട്ടോമാക് പേനയും കടിച്ചു പിടിച്ചുകൊണ്ട് വരാന്തയുടെ മൂലയിൽ നിന്നു. സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് പത്രം വായിക്കായിരുന്ന കുഞ്ഞാലസൻ മാഷ് പുറത്തു നിന്ന് വട്ടം കിടങ്ങുന്ന കുഞ്ഞാമിനെ കണ്ടു. എന്താ കുട്ടി, അകത്തേക്ക് വരൂ. കുട്ടി എന്താ വീട്ടിൽ പോകാണ്ട് നിൽക്കണേ? അത് ഞാൻ ഫീസ് തരാൻ വന്നതാ. കുട്ടി ഒന്നും തോന്നരുത്. എനിക്ക് വേണ്ടത് കുട്ടിയുടെ ഫീസല്ല, കുട്ടിയുടെ മനസ്സാ. റിയലി ഐ കോൺഫിഡൻസ് യു ഐശ്വര്യ.
ഇത് കേട്ട് പരിസരം മറന്ന കുഞ്ഞാമിന തന്റെ കയ്യിലിരുന്ന റോട്ടോമാക് പേന അറിയാതെ കടിച്ചു പൊട്ടിച്ചു. അവളുടെ വായിലും ചുണ്ടിലും പടർന്ന മഷി അവൾ തന്നെ നുണഞ്ഞിറക്കി. അത് കണ്ട് വികാര വിവശനായ കുഞ്ഞാലത്തൻ പറഞ്ഞു, കുഞ്ഞാമിന ഐ ലവ് യു. എന്താ എന്നെ ഇഷ്ടമായില്ലേ? അവളുടെ മനസ്സിൽ 1000 പൂത്തിരി കത്തി സുഹൃത്തുക്കളെ. റോട്ടോമാക്കിന്റെ മഷി അവളുടെ ഉള്ളിൽ ചെന്നിട്ടാണെന്ന് അറിയില്ല. എന്ന് പറയാൻ അവൾക്ക് തോന്നി. പക്ഷെ അതവൾ പുറത്തു പറഞ്ഞില്ല കേട്ടോ. ഉടൻ തന്നെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പിൽ നിന്നും കേരളം കീറിയെടുത്ത് കുഞ്ഞാമിനിക്ക് കൊടുത്തിട്ട് കുഞ്ഞാലത്തും പറഞ്ഞു, മോളെ ചുണ്ടിലെ മഷി തുടക്കൂ. ചുണ്ട് തുടച്ച് അവൾ ചിന്തിച്ചു, പഠിച്ചോനെ ആ തമിഴ്നാടോട് കീറി കിട്ടിയിരുന്നെങ്കിൽ നാവ് കൂടി തുടയ്ക്കാമായിരുന്നു. ആ ചിന്തക്കിടയിൽ അവൾ ചോദിച്ചു, മാഷേ കുറെ പഠിച്ചിട്ടുണ്ടല്ലേ? പിന്നെ 10ൽ 10 കൊല്ലം തോറ്റ എന്റെ പാണ്ഡിത്യം കണ്ട എന്റെ ബാപ്പ എനിക്ക് തൊഴിലുണ്ടാക്കി തന്നതാ ഈ ട്യൂട്ടോറിയൽ കോളേജ്. പക്ഷെ മാഷിന്റെ മട്ടും മാതിരിയും ഒക്കെ കണ്ടാല് വലിയ പഠിച്ച ആളാണെന്ന് തോന്നുന്നു. മാഷേ ഞാൻ പോട്ടെ, കൂട്ടുകാരികൾ നോക്കി നിൽക്കുന്നുണ്ടാവും. ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച പരവേശത്തോടെയും മനസ്സോടെയും കുഞ്ഞാലം മാഷ് അവളെ പോകാൻ അനുവദിച്ചു. അന്ന് രാത്രി കുഞ്ഞാലം മാഷിനും കുഞ്ഞാമിനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. മഞ്ഞുള്ള ആ രാത്രിയിൽ കഞ്ഞി പോലും കുടിക്കാതെ ഒരു കുഞ്ഞിനെ പോലെ കുഞ്ഞാമിന പഞ്ഞിമത്തിൽ കിടന്ന് കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ടു. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇതുവരെ ചൂടാത്ത ഉലകങ്ങൾ, ഇതളിട്ട് വിടരുന്ന സ്വപ്നങ്ങൾ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. പിറ്റേ ദിവസം കുട്ടികളെല്ലാം എത്തുന്നതിന് മുൻപ് തന്നെ പതിവിലും നേരത്തെ കുഞ്ഞാമിന് കോളേജിലെത്തി. സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞാലം മാഷിനെ അവൾ തട്ടി വിളിച്ചു. കുഞ്ഞാമിനെ കണ്ട മാഷി ചോദിച്ചു, എന്താ കുട്ടി ഇത്ര നേരത്തെ? മാഷ് ഇത്ര കാലത്തെ? ഞാൻ ഇന്നലെ വീട്ടിൽ പോയില്ല മോളെ, നിന്നെ കുറിച്ച് ഓർത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉദിച്ച ബുദ്ധിയിൽ കുഞ്ഞാലം മാഷ് കുഞ്ഞാമിനോട് ചോദിച്ചു, കുട്ടി നമുക്കിന്ന് ക്ലാസ് കെട്ടിയത് കോഴിക്കോട് പട്ടണത്തിൽ ഒന്ന് ചുറ്റിയാലോ? ആദ്യം മനസ്സിലൊരു അങ്കലാപ്പ് തോന്നിയെങ്കിലും കോഴിക്കോട് പട്ടണം കാണാനുള്ള ആവേശം കൊണ്ട് കുഞ്ഞാമിന് ചോദിച്ചു, ഞാൻ ഇതുവരെ പട്ടണം കണ്ടിട്ടില്ല, പട്ടണത്തിൽ പോലെ എന്തൊക്കെ കാണാം മാഷേ? ഇത് കേട്ട് കുഞ്ഞാലം മാഷ് പല്ല് പോലും തേക്കാണ്ട് പുല്ല് പോലെ അവളെയും കൂട്ടി കോഴിക്കോട്ടേക്ക് പോയി. കല്ലായിലെത്തിയ കുഞ്ഞാലം മാഷ് അവളോട് പറഞ്ഞു, കോഴിക്കോട്ടൊരു കടലുണ്ട്, മുക്കിന് കടയുണ്ട്, ഐസ്ക്രീം പാർലർ അവിടുണ്ട്, അവിടെ കേറാൻ ഭയമുണ്ട്, നീ വരൂ നീ വരൂ നീ വരൂ നീ വരൂ, മാനാഞ്ചിറയിൽ കുളമുണ്ട്, നീ വരൂ നീ വരൂ നീ വരൂ നീ വരൂ, ചുറ്റി നടക്കാൻ പാർക്കുണ്ട്. കോഴിക്കോട്ടൊരു കടലുണ്ട്, മുക്കിന് കടയുണ്ട്, ഐസ്ക്രീം പാർലർ അവിടുണ്ട്, അവിടെ കേറാൻ ഭയമുണ്ട്, നീ വരൂ നീ വരൂ നീ വരൂ നീ വരൂ, മാനാഞ്ചിറയിൽ കുളമുണ്ട്, നീ വരൂ നീ വരൂ നീ വരൂ നീ വരൂ, ചുറ്റി നടക്കാൻ പാർക്കുണ്ട്. നേരെ സന്ധ്യയായിട്ടും കോളേജിൽ നിന്ന് വരാത്ത കുഞ്ഞാമിനെ കാത്ത് വാപ്പ കുഞ്ഞിപ്പോകരും ഉമ്മ കുഞ്ഞി കദീസയും കഞ്ഞി പോലും കുടിക്കാണ്ട് വൈകി എത്തുന്ന മന്ത്രിയെ കാത്തു നിൽക്കണ സ്വീകരണ കമ്മിറ്റിക്കാരെ പോലെ അക്ഷമരായ ഉമ്മറത്ത് കവാത്ത് നടത്തി. രാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്ന കള്ളനെ പോലെ ചുറ്റിനും ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞാമിനെ പതുങ്ങി വീടിനുള്ളിലേക്ക് കിടന്നു വന്നു. മോളെ അന്നെ നമ്മൾ കോളേജിൽ പഠിക്കാൻ വരുന്നത് ഈ പഠിക്കാനോ അതോ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനോ? പറയടി മാറേ. എന്താ പാപ്പാ? അനക്കൊന്നും അറിയില്ലല്ലേ? ഈ മാസം കൂടി കോഴിക്കോട്ട് കറങ്ങുന്നു നമ്മൾ അറിഞ്ഞല്ലോ. എന്താടി പഠിപ്പോ കോഴിക്കോട്ടാണോ? ഇടി അന്നോടെ ചോദിച്ചത്. അത് പാപ്പാ ഞാൻ ഈ ഒന്നും പറയണ്ട. ഇനി ഈ വീടിന്റെ പുറത്തിറങ്ങിയ അന്റെ മുട്ട ഞാൻ തല്ലൊഴിക്കും. അനക്കറിയാവോ, ചായ എന്ന് പറയുമ്പോ ചായ, ചോറെന്ന് പറയുമ്പോ ചോറ്, മുട്ടായി എന്ന് പറയുമ്പോ മുട്ടായി, ഇതൊക്കെ തീറ്റി അന്നെ വളർത്തിയത് ഇതാണോടി മദ്യ എന്റെ ഒട്ടം. നാളെ മതി ഈ കോളേജിലും കയറി പോണ്ട. കയറി പോടിയത്ത്. നിങ്ങൾ എന്താ മനസ്സിൽ പറയണേ? ഓള് 10ാം ക്ലാസ്സിൽ 2 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഓള് കുട്ടിയല്ലേ, ഉമ്മാന്റെ കുട്ടി അകത്തേക്ക് പോയിക്കോട്ടോ. ജലദോഷം പിടിച്ചവരെ പോലെ കണ്ണീന്നും മൂക്കിന്നും വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് കുഞ്ഞാമിന് അടുക്കളയിലേക്ക് ഓടി. അടച്ചു വെച്ചിരുന്ന അപ്പവും കടലയും അല്പം പോലും ബാക്കി വെക്കാണ്ട് അത് കംപ്ലീറ്റ് വിഴുങ്ങിയിട്ട് സ്റ്റീരിയോ ഫോണിക്ക് പോലെ ഒരു ഏമ്പക്കവും വിട്ട് സ്വന്തം മുറിയിൽ കയറി കഥ കടിച്ച് കുറ്റിയിട്ടു. പിറ്റേന്ന് ബാപ്പയുടെ വാക്കിന് മറികിടന്ന് പതിവ് പോലെ കോളേജിൽ പോകാൻ പുറത്തേക്ക് ഇറങ്ങിയ കുഞ്ഞാമിനെ കണ്ട് കലി പൂണ്ട് കുഞ്ഞിപ്പോക്കര് മകളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി മുറിയിലേക്കിട്ട് അടച്ചുപൂട്ടി. എലിപ്പെട്ടിയിൽ അകപ്പെട്ട എലിയെ പോലെ പുറത്തിറങ്ങാൻ കഴിയാതെ അവൾ മുറിക്കുള്ളിൽ കിടന്ന് ഏങ്ങനടിച്ച് കരഞ്ഞു. ഈ സമയം ഇതൊന്നും അറിയാതെ കുഞ്ഞാലത്തൻ ട്യൂട്ടോറിയൽ കോളേജിൽ കുഞ്ഞാമിനെ കാണാതെ മനസ്സെല്ലാം മനസ്സോടെ ക്ലാസ് എടുക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് കുഞ്ഞാലത്തിനും കുട്ടികളും ഞെട്ടി. ചുവന്ന കണ്ണുകളുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ വാപ്പ
കുഞ്ഞു സൂപ്പി. കുഞ്ഞു സൂപ്പിയെ കണ്ട് കുഞ്ഞാലത്തൻ പന്തം കണ്ട് പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിന്നു. നിർത്തടാ തെണ്ടി ഇതിന്റെ പഠിപ്പിക്കല്. എടാ, ഞാൻ നിനക്കൊരു ട്യൂട്ടോറിയൽ കോളേജ് ഇട്ടു തന്നത് നിനക്കൊരു വരുമാന മാർഗമാവട്ടെ എന്ന് കരുതിയ. കിട്ടുന്ന ഫീസും കൊണ്ട് പഠിക്കാൻ വരുന്നവളുമായി നീ നാട് ചുറ്റും. അല്ലടാ തെണ്ടി, എന്റെ പഴയ സ്വഭാവത്തി എടുത്താലുണ്ടല്ലോ. കുഞ്ഞു സൂപ്പി തൂങ്ങിക്കിടന്ന ബെല്ലിൽ കൂട്ടമണി അടിച്ചു. കൂട്ടമണി കേട്ട കുട്ടികൾ ബുക്കും പുസ്തകവും എടുത്ത് പുറത്തേക്ക് ഓടി. ഈ സമയം കുഞ്ഞാലന്റെ വാപ്പ കയ്യിൽ കരുതി ഗോദ്രേജിന് താഴെ ട്യൂട്ടോറിയൽ കോളേജ് അടച്ചു പൂട്ടി. മതിയടാ തെണ്ടി ഇതിന്റെ പഠിപ്പിക്കല്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നിനക്ക് 10 കാശുണ്ടാക്കാൻ ഞാൻ കണ്ട മാർഗമായത്. അല്ലാതെ അധ്യാപകനാകാൻ നിനക്ക് എന്താണ് യോഗ്യത? നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിവരമെങ്കിലും ഉണ്ടോ നിനക്ക്? അവക്ക് വാപ്പ കുഞ്ഞാലത്തിനെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി വീട്ടിലേക്ക് പാഞ്ഞു. കുഞ്ഞാലത്തിനും വീട്ടു തടങ്കലിലായ സുഹൃത്തുക്കളെ. നിമിഷങ്ങൾ കൊണ്ട് മിനിറ്റുകൾ ആവുകയും മിനിറ്റുകൾ മണിക്കൂറുകൾ ആവുകയും മണിക്കൂറുകൾ ദിവസങ്ങൾ ആവുകയും ദിവസങ്ങൾ മാസങ്ങൾ ആവുകയും ചെയ്തുകൊണ്ടിരുന്നു. മുഹബത്തിന്റെ പുലിവാല് പിടിച്ച് ഗുലുമാലിലായി നമ്മുടെ നായകന്മാർ. കുഞ്ഞാമിനിയുടെ കണ്ണിന് ജലദോഷം, കുഞ്ഞാലത്തിന്റെ ഊണിന് രുചി മോശം. അങ്ങനെ ആകെ പ്രശ്നം. കുഞ്ഞാലത്തിന് അതീവ രഹസ്യമായി കോളേജിലെ പ്യൂണും വീട്ടിലെ പണിക്കാരനുമായ അബൂട്ടയുടെ കൈവശം തന്റെ ഇഷ്ട പ്രാണേശ്വരിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിൽ കുഞ്ഞാലത്തിന്റെ ഹൃദയവേദന മുഴുവൻ ഹോൾസെയിലായി വൻപിച്ച അക്ഷരത്തെട്ടോടെ എഴുതിയിരുന്നു. കത്ത് കയ്യിൽ കിട്ടിയ കുഞ്ഞാമിന നേരം കളയാതെ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു. സുഹൃത്തുക്കളെ, കുടിക്കാതെ ഞാൻ ഇന്നിപ്പോൾ എല്ലും തൊലിയുമായി തീർന്നു പെണ്ണെ. നിന്നെ കുറിച്ചുള്ള ചിന്തയാൽ ഞാൻ വെള്ളമിറക്കാതെ വള്ളി പോലാൻ. മട്ടൻ ബിരിയാണി വീട്ടിലുണ്ട്, ചിക്കൻ സൂപ്പാണെങ്കിൽ ഫ്രിഡ്ജിലുണ്ട്. മോളെ, മട്ടൻ ബിരിയാണി വീട്ടിലുണ്ട്, ചിക്കൻ സൂപ്പാണെങ്കിൽ ഫ്രിഡ്ജിലുണ്ട്. തിന്നാലും തൊണ്ട് നിറങ്ങാറില്ല നിന്നെ കുറിച്ചുള്ള ചിന്തകളാ. കുഞ്ഞാമീന നിന്റെ ഡ്രസ്സുമായി താഴെ പുഴക്കടവിൽ വന്നിടണം. മോളെ, ഓടും പൊളിച്ച് പുറത്ത് ചാടി